ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സിനിമ കാണാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പുതിയാവിലെത്തിയപ്പോൾ പുതിയാവ് ക്ഷേത്രത്തിലെ ഉത്സവമാണ് ഇന്ന് ലാസ്റ്റ്. അപ്പോൾ നമ്മൾ നേരെ ഇന്നിപ്പോൾ പോകുന്നത് തിയേറ്ററിലേക്കാണ്, പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞ സിനിമ കാണാനായിട്ട്. ഇന്നിവിടെ ഈ ഒരു സിനിമ റൺ ചെയ്യുന്നത് സ്ക്രീൻ 2-ലാണ്. സ്ക്രീൻ 2-ൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ DTS:X സൗണ്ട് സിസ്റ്റമുള്ള സ്ക്രീനാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഫസ്റ്റ് തിയേറ്റർ ആണെന്നാണ് അറിവ്. അപ്പോൾ ഈ ഒരു തിയേറ്ററിലേക്ക് കയറുന്ന മെയിൻ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയാവ് ജംഗ്ഷൻ കഴിഞ്ഞ് ശകലം, അതായത് കുറച്ച് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ശാരള മെമ്മോറിയൽ എന്നൊരു ഹോസ്പിറ്റൽ കാണാം. ആ ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ കിടക്കുന്ന വഴിയാണ്. ആ വഴി നേരെ ചെന്ന് കയറുന്നത് ഈ ഒരു തിയേറ്ററിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇനി തിയേറ്ററിനകത്തോട്ട് കയറിയിട്ടുള്ള വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഈ ഒരു തിയേറ്ററിൻ്റെ സ്ക്രീൻ 1-ൻ്റെ വിശേഷങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും കണ്ട് ലൈക്ക് അടിക്കുക. ഇവിടെ ഞാൻ ഫസ്റ്റ് വന്ന് കാണുന്ന സിനിമയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആട് 3 എന്ന് പറഞ്ഞ സിനിമയാണ്. ഇവിടെ നിന്ന് സിനിമ കാണാൻ വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വാഴ 2 കാണാനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ 2 വീലറിൻ്റെ പാർക്കിംഗ് ഏരിയയിലോട്ട് പോകാം. ഇവിടെ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട് 2 വീലറിനും കാറിനുമായിട്ട്. അപ്പോൾ OD 1 OD 2 ഇങ്ങനെ 2 സ്ക്രീനാണ് ഇവിടെ ഉള്ളത്. OD 2-ൽ ഒറ്റ കാറ്റഗറി സീറ്റിങ്ങേ ഉള്ളൂ, 200 രൂപയുടെ സോഫ. ഇവിടെ ഇപ്പോൾ ഒരു കിവിയുടെ ഔട്ട്ലെറ്റും കൂടെ കാണാം. നമ്മൾ കയറി വരുമ്പോൾ ഫസ്റ്റ് കഫ്റ്റേരിയയാണ്. അപ്പോൾ ഇന്ന് നമ്മളെ ഷോർട്ട് ടൈം വരുന്നത് വൈകുന്നേരം 4 മണിക്കാണ്. അത്യാവശ്യം ഡീസൻ്റായിട്ട് തന്നെ ആളുകൾക്ക് വന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ചെയറും സോഫ സീറ്റൊക്കെ തിയേറ്ററായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കയറി വരുമ്പോഴത്തേക്ക് കാണുന്ന ഒരു ലോബിയാണ്. നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇവിടെ കഫ്റ്റേരിയയിൽ ഒരുപാട് സ്നാക്സ് ഐറ്റംസ് ഉണ്ട്. ഓർഡറിനനുസരിച്ച് സ്ക്രീനകത്ത് അവർ എത്തിച്ചേർന്നതായിരിക്കും. ഈ ഒരു തിയേറ്ററിലെ സ്ക്രീൻ 2-ലെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ടൈപ്പാണ്, മോളൊന്ന് താഴോട്ടുള്ള രീതിക്ക്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് മറ്റൊരാളെ ഹെഡ് വന്നിട്ട് നമുക്ക് ബാക്കിലിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് വരത്തില്ല, സുഖമായിട്ട് സിനിമ കാണാം. അപ്പോൾ അകത്ത് കയറിയിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ഈ ഒരു തിയേറ്ററിന് വേണ്ടിച്ച ചോക്ലേറ്റാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു തിയേറ്ററിൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ട് വേണമെങ്കിൽ സ്പെഷ്യലായിട്ട് ഒരു ബാത്റൂം സൗകര്യമുണ്ട്. ഇനി നമുക്ക് തിയേറ്ററിൽ ഷോ തുടങ്ങിയതിന് ശേഷം കണ്ടുവരുന്ന ഒരു ചടങ്ങ് കാണിച്ചു തരാം. ചടങ്ങ് വേറൊന്നുമല്ല, ഷോ തുടങ്ങിയ ഉടനെ ഫോണെടുത്ത് ഉപയോഗിച്ച് തുടങ്ങുക. അതും നല്ല ബ്രൈറ്റ്നസ് കൂട്ടിയിട്ട് മറ്റുള്ളവർക്ക് എങ്ങനെ ബുദ്ധിമുട്ടി ഉണ്ടാക്കാം, ആ ഒരു രീതിയിലാണ് ഇവിടെ ആൾക്കാർ ഫോൺ ഉപയോഗിക്കുന്നത്. പുറകെ ഇരിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. ഇതെന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും പുറകിൽ നിന്ന് ഫ്രണ്ടിലോട്ട് നോക്കുമ്പോഴൊരു വ്യൂ. ഇവിടെ മൊത്തം ഒറ്റക്കത് സീറ്റിംഗാണ് ഇപ്പോൾ നിലവിലുള്ളത്, 200 സോഫ. പിന്നെ ഇവിടെ 2 ബോക്സ് ടൈപ്പ് വേണമുണ്ട്. അതിന് ഇതുവരെ ഓപ്പണിംഗ് ആയിട്ടില്ലെന്നാണ് അറിവ്. ഉടനെ ഓപ്പൺ ആവുമായിരിക്കും. അപ്പോൾ അവിടെ ഇനി പുതിയ ചാർജ് വരുമെന്ന് അറിയത്തില്ല. ഒറ്റ കാറ്റഗറി സീറ്റിംഗ് തന്നെയാണ് അവിടെ ഇട്ടേക്കുന്നത്. ഇതാണ് ആ ഒരു ബോക്സ് ടൈപ്പ്, സെയിം സീറ്റിംഗ് തന്നെയാണ്. നല്ല ലെഗ് സ്പേസോട് കൂടിയാണ് ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത വിധത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്ന സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ തിയേറ്ററിൽ നിന്ന് ഷോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് പുതിയ ക്ഷേത്രത്തിലെ ഉത്സവം കണ്ട്. ഇന്നാണ് ലാസ്റ്റ് ഡേ.